നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എഴുതിയ നോട്ട്ബുക്കില്ലേ, അത് കളയാൻ വരട്ടെ കേട്ടോ. ഇതുപോലെ നല്ല ഫ്ലവേഴ്സ് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വെൽക്കം ടു ജിജി സ്പേസ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു നോട്ട്ബുക്കാണ്, എഴുതി കഴിഞ്ഞ ഒരു നോട്ട്ബുക്ക്. സാധാരണ നമ്മുടെ എല്ലാം ഇപ്പോൾ ഇഷ്ടംപോലില്ലേ, പഠിത്തം കഴിഞ്ഞുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്, ഒന്നെങ്കിൽ തൂക്കി വയ്ക്കും അല്ലേ. ഇത് വെച്ചിട്ട് നല്ലൊരു ഷോപ്പ് പീസ് നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, നമുക്ക് പുറത്ത് പോയിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന പേപ്പറൊന്നും വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഷോപ്പ് പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് വേണ്ടത് യൂസ് ചെയ്ത് കഴിഞ്ഞ നോട്ട്ബുക്ക്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു അളവ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു കപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഒരു റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും നമ്മുടെ പൂവിൻ്റെ വലുപ്പം. ഇപ്പോൾ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള പൂവായിരിക്കും വരുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്തേക്കുന്നൊരു കപ്പാണ്. ഇത് ഒരു പേജിൽ രണ്ട് റൗണ്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെറ്റലിൻ്റെ സൈസ്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 5 പേപ്പറാണ്. ഈ 5 പേപ്പർ എടുത്തിട്ട് ഈ റൗണ്ട് അനുസരിച്ച് അത് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു വര വരച്ച് കഴിഞ്ഞാൽ താഴോട്ട് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ 5 പേപ്പർ എടുത്തിട്ട് ഈ റൗണ്ട് അനുസരിച്ച് കട്ട് ചെയ്ത് നമ്മളുടെ പെറ്റൽ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഇപ്പോൾ 5 പെറ്റലെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന 5 റൗണ്ട്സ്, അത് ഒരു ഫ്ലവറിനുള്ളതാണ്. 5 പെറ്റൽസിനാണ് അത് അങ്ങനെ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ 5 എണ്ണം തന്നെ എടുക്കണം നിർബന്ധമില്ല. 5 എണ്ണം എടുത്താൽ കുറച്ച് നല്ല തിക്കായിട്ടിരിക്കും, അതുകൊണ്ടാണ് 5 എണ്ണം തന്നെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പേപ്പർ നമ്മുടെ നടുക്കോട്ട് നന്നായിട്ട് മടക്കുക, ഒരു സെമി സർക്കിൾ രൂപത്തിലായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ മടക്കുമ്പോൾ ഈ ഷേപ്പിൽ വരും. ഇനി ചെയ്യേണ്ട കാര്യം, ഒരു സിസേഴ്സ് എടുക്കുക. സിസേഴ്സ് എടുത്തിട്ട് നമ്മളുടെ ഈ പേപ്പറിൻ്റെ ഒരു 1/4 ഭാഗം വരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ആ മടക്കേൻ്റെ ഒരു 1/4 ഭാഗം വരെ നമ്മൾക്ക് കട്ട് ചെയ്തിടാം. വലുതായിട്ട് കട്ട് ചെയ്താൽ പൂവിന് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ടത്, ഈ കട്ട് ചെയ്തത് നമ്മൾ മടക്കി വെച്ചേക്കുന്ന അങ്ങ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ പെറ്റൽസ് കംപ്ലീറ്റ് ആവും. ഇതുപോലെ ഓരോ നോക്കി കീറണം കേട്ടോ, കീറരുത്, നോട്ട്ബുക്കാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കീറണേ. ഇപ്പോൾ നമ്മുടെ പെറ്റൽ ഓക്കെ ആയിട്ടുണ്ടേ. ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ ജാം ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് വിടർത്തി കൊടുക്കണം. കൂടാതെ കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒന്നാമതൊരു ആ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം കൂടെ മാറുകയും ചെയ്യും, ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കേളി എഫക്റ്റ് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൈയിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. പിന്നെ കൂടാതെ നമുക്ക് വേണ്ടതിന് കെട്ടുകമ്പി വെച്ച് കെട്ടിയെടുക്കുക ചെയ്യുന്നത്. പേപ്പർ ആയതുകൊണ്ട് നമുക്ക് കുത്തിയെടുത്താൽ മതി. ഇനി അടുത്ത ഫ്ലവർ കെട്ടുന്ന കമ്പി എടുത്തിട്ട് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി ഇറക്കുക. ജസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ട് ഒന്ന് കുത്തി ഇറക്കുക. എന്നിട്ടിന് ചെയ്യേണ്ടത്, ഇത് മടക്കി പേപ്പർ നേരത്തെ മടക്കി അതേപോലെ തന്നെ മടക്കുമ്പം നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഇനി ഒരു നൂലിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ കെട്ടി വെക്കുക. ഒരു നൂലിട്ട് ഇനി അടുത്തത് സ്റ്റെം ടേപ്പ് ചുറ്റുക എന്നുള്ളതാണ്. സ്റ്റെം ടേപ്പ് മാൻഡേറ്ററി ഒന്നും അല്ല, ഒരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. ചിലർ പെയിൻറ്റ് ചെയ്യാറുണ്ട്, ചിലർ ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യാറുണ്ട്. എങ്ങനെയായാലും കുഴപ്പമില്ല, ഒരു പച്ച വരുമ്പോഴത്തേക്ക് ഒരു ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ടാണ് സ്റ്റെം ടേപ്പോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഓക്കെ ആയി. അപ്പം നമ്മുടെ സ്റ്റെം ടേപ്പോട് ചുറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിനെ ഒത്തിരി ഉണ്ടാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനൊരു ചെറിയൊരു ഇംപ്രവൈസേഷനോട് പറയാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്തതിൻ്റെ ആ ടിപ്പിലായിട്ട് ഒരു കളറിങ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് അതിൻ്റെ ടിപ്പിലൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് 1-2 ഡ്രോപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവർ പല കളറിൽ എടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ ഒന്ന് അറിയിക്കണം കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പം നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ബുക്ക് കൊണ്ട് നമുക്ക് വീടിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഷോ പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ബൈ.